എൻ്റെ എല്ലാ കൂട്ടുകാർക്കും മാസ്റ്റേഴ്സ് അക്കാഡമിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചേർക്കാം പിരിക്കാം എന്ന ചാപ്റ്ററിൻ്റെ അടുത്ത ഭാഗമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനൊക്കെ ഓർക്കണം കേട്ടോ. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. നമ്മൾ ചെറിയ ക്ലാസ്സിൽ ലായനികളെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ലീനം, ലായകം, ലായിനി എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതൊക്കെ എന്താണെന്ന് അറിയാമോ? എന്തായാലും ഒരു കാര്യം ഓർത്ത് വെച്ചോളൂ, എല്ലാ ലായനികളും ഏകാത്മക മിശ്രിതങ്ങളാണ്. എന്ന് പറഞ്ഞാൽ ലായനി ആയി കഴിയുമ്പോൾ നമുക്ക് ലീനത്തിനെ ലായകത്തിനെ ഒന്നും സെപ്പറേറ്റ് ആയിട്ട് കാണാൻ പറ്റില്ല. അപ്പോൾ എന്താണ് ലീനം? ഇപ്പോൾ നമ്മളൊരു പാത്രത്തിൽ കുറച്ച് ഉപ്പെടുത്ത് കുറച്ച് അളവെടുക്കുന്ന സാധനമാണ് എന്ത്? ലീനം എന്ന് പറയും. ദെൻ അടുത്ത സംഭവം, അതായത് നമ്മൾ എന്തിലേക്കാണോ ലീനം ഇടാൻ പോകുന്നത് അതിനെയാണ് നമ്മൾ ലായകം എന്ന് പറയുക. അപ്പോൾ ഉപ്പുവെള്ളമാണ് നമ്മുടെ ലായനിയെങ്കിൽ വെള്ളമാണ് എന്ത്? നമ്മുടെ ലായകം. അപ്പോൾ ലീനവും ലായകവും ചേരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ലായനി കിട്ടും. ലീനം ഉപ്പാണ്, ലായകം വെള്ളമാണ്, ലായനിയാണ് എന്ത്? ഉപ്പുവെള്ളം. അപ്പോൾ പഞ്ചസാര വെള്ളത്തിൽ എങ്ങനെയായിരിക്കും? പഞ്ചസാരയാണ് എന്ത്? ലീനം. വെള്ളമാണെന്ത്? ലായകം. അവസാനം കിട്ടിയ പഞ്ചസാര വെള്ളമാണെന്ത്? ലായനി. ഇനി നമുക്ക് പലതരത്തിലുള്ള ലായനികളെക്കുറിച്ച് പഠിക്കാം. ലായനികളെല്ലാം ദ്രാവക രൂപത്തിലാവണം നിർബന്ധമൊന്നുമില്ല, വേറെ രൂപത്തിലുള്ള ലായനികളുണ്ട്. അതിനെക്കുറിച്ചാണ് നമുക്കിനി നോക്കാനുള്ളത്. നമുക്കിവിടെ അടുത്ത് നോക്കാനുള്ള ഒന്നിൻ്റെ പേരാണ് ബ്രാസ്. കേട്ടിട്ടുണ്ടോ ബ്രാസ്? ബ്രാസ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പിച്ചളയാണ്. പിച്ചള പാത്രങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഓക്കെ, അപ്പോൾ എന്തൊക്കെ ചേർത്താണ് ഈ പിച്ചള ഉണ്ടാക്കണേ? സിങ്കും കോപ്പറും കൂടിയാണ്. നിങ്ങൾ കാണുന്ന ഈ സംഭവമാണ് എന്ത്? സിങ്ക് എന്ന് പറയുന്നത്. കാണാൻ നല്ല വെള്ളിക്കുട്ടിനെ പോലെ ഇരിക്കും, നല്ല വെളുത്തിട്ട് അല്ലേ? സിങ്കിൻ്റെ കൂട്ടത്തിൽ കോപ്പറും കൂടി ചേരുമ്പോൾ, കോപ്പർ നമുക്കറിയാം ചെമ്പിൻ്റെ കമ്പിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, ചെമ്പിൻ്റെ പാത്രമൊക്കെ. അപ്പോൾ കോപ്പറും സിങ്കും കൂടി ചേരുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? പിച്ചള കിട്ടുന്നത്. ഇത് കണ്ടോ, ഇത് പിച്ചള പാത്രമാണ്. പിച്ചള പാത്രത്തിൽ ഫുഡ് കഴിക്കാൻ അടിപൊളിയാണ് അല്ലേ? അപ്പോൾ ഇതിൻ്റെ സവിശേഷത എന്താ? ഗരത്തിലാണ് ലയിച്ചേക്കണേ. സിങ്കും ഗരമാണ്, കോപ്പറും ഗരമാണ്. അപ്പോൾ രണ്ടും ഗരമാണ്. ഗരം കൂട്ടിയ ഗരം തന്നെയാണ് കിട്ടുന്നത്. അതാണ് ആര്? പിച്ചള. ഇനി നമുക്ക് നോക്കാനുള്ളത് സോഡയാണ്. സോഡ എന്ന് പറഞ്ഞാൽ നമ്മൾ കുടിക്കുന്ന സോഡയില്ലേ, അത് തന്നെ. അപ്പോൾ അതിലെന്തൊക്കെയുള്ളത്? ഒന്ന് കൊമള പോലെ ഇങ്ങനെ വരുന്ന കാണാം. എന്താണത്? കാർബൺ ഡൈ ഓക്സൈഡാണ്. CO2 എന്നാണ് നമ്മൾ പറയാം. അടുത്തത് എന്താണ്? ജലമാണ്. അപ്പോൾ ഇത് രണ്ടും കൂടിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും. ആണോ? കാർബൺ ഡൈ ഓക്സൈഡും ജലം കൂടി കൂടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സോഡ കിട്ടും. സോഡയാണ് എന്ത്? കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് എന്ത്? വെള്ളം. അപ്പോൾ അതിൻ്റെ സവിശേഷത എന്താ? വാതകമാണ് ലയിച്ചേക്കണേ. എന്തിൽ? ദ്രാവകത്തിൽ. വാതകം ആരാ? കാർബൺ ഡൈ ഓക്സൈഡ്. ദ്രാവകം ആരാ? വെള്ളം. അപ്പോൾ വാതകം ദ്രാവകത്തിൽ ലയിച്ചതിന് എക്സാമ്പിളാണ്, ഉദാഹരണമാണ് ആര്? സോഡ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഗ്ലിസറിനാണ്. ഗ്ലിസറിൻ വെള്ളത്തിൽ ലയിച്ചത്. അപ്പം നമ്മൾ ഗ്ലിസറിൻ എന്താ നേരത്തെ പറഞ്ഞ് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നമ്മൾ സൗന്ദര്യം വർദ്ധിപ്പിക്കാനോ ഒക്കെ വേണ്ടി ഉപയോഗിക്കുന്ന സംഭവത്തിനാണ് നമ്മൾ ഗ്ലിസറിൻ എന്ന് പറയുക. വെള്ളം പോലെ തന്നെ ഇരിക്കുന്ന ഒരു ദ്രാവകമാണ്. അപ്പോൾ ഈ കുപ്പിയിൽ കണ്ടോ, ഇതുപോലെ ഉണ്ടാവും, നിറമൊന്നുമില്ല ഗ്ലിസറിന്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ വെള്ളം ചേർക്കും. വെള്ളം ചേർക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇങ്ങനത്തെ ഗ്ലിസറിൻ്റെ ഒരു സൊല്യൂഷൻ കിട്ടും. ഇവിടെ എങ്ങനെയുണ്ടോ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? ലായനി എന്നാണ്. സാധാരണ നമ്മൾ പിങ്ക് കളറിലൊക്കെയാണ് നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്നത്. അപ്പോൾ ഗ്ലിസറിന് വെള്ളം കൂടി ചേർക്കുമ്പോൾ കിട്ടുന്നത് എന്താണ്? ദ്രാവകത്തിൽ ലയിച്ചതാണ്. രണ്ടും ദ്രാവകമാണ്. അപ്പോൾ അതിന് ഉദാഹരണം നമ്മൾ പഠിച്ചു വെക്കണം കേട്ടോ. ഗ്ലിസറിൻ പ്ലസ് ജലമാണ് എന്ത്? ഗ്ലിസറിൻ ജലത്തിൽ ലയിച്ചത്. അപ്പോൾ ദ്രാവകത്തിലാണ്. മാറിപ്പോരുത്, രണ്ട് ദ്രാവകമാണെന്ന് ഓർക്കുക. അടുത്തൊരാൾ വായുവാണ്. വായുവിന് നമുക്കറിയാം, ചുമ്മാ ഒന്ന് ഊതി നോക്കിക്കേ, നമുക്ക് കൈയൊക്കെ വീശി കഴിയുമ്പോൾ കാറ്റ് എന്നൊക്കെ പറയുന്ന സംഭവമില്ലേ, അത് തന്നെയാണ് ഈ വായു എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് വസ്തുക്കളുള്ളത്? കുറേ വാതകങ്ങളുണ്ട്. നൈട്രജൻ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, നീരാവി, ആർഗൺ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാരുണ്ട്. ഇതിന് സവിശേഷത എന്താ? എല്ലാ വാതകങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ആണ് ലയിച്ചേക്കുന്നത്. അപ്പോൾ വാതകങ്ങളിൽ ലയിച്ചതാണ് എന്ത്? വായു എന്ന് പറയുന്നത്. നമ്മൾ അന്തരീക്ഷത്തിൻ്റെ വായുവിൻ്റെ ഒരു ഏകദേശ രൂപം എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാവും. അതിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ഈ ബ്ലൂ കളറിലുള്ള ആളാണ്. അതാരാ? നൈട്രജനാണ്. പിന്നെ കാണുന്നത് യെല്ലോ കളറിൽ കാണുന്ന ആളാണ്. അതാരാ? ഓക്സിജനാണ്. എന്ന് പറഞ്ഞാൽ നൈട്രജന് ബ്ലൂ കളറല്ല കേട്ടോ. നൈട്രജന് കളറില്ല, അറിയാലോ അല്ലേ? ഓക്സിജനും കളറില്ല. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് നമുക്ക് ഈ മിശ്രിതങ്ങൾ എങ്ങനെ വേർതിരിക്കാമെന്നാണ്. അപ്പോൾ മണലും വെള്ളവും കലർന്നൊരു മിശ്രിതം ഉണ്ടെന്ന് വിചാരിക്കും. ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളമുണ്ട്, അതിൽ മണലിങ്ങനെ മിക്സ് ചെയ്ത് വെച്ചേക്കുക, കലങ്ങി നല്ല ഇതായിട്ടിരിക്കുക. അപ്പോൾ നമ്മളതിനെ എങ്ങനെ വേർതിരിക്കും? അപ്പോൾ അത് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഗ്ലാസ്സിലുള്ള വെള്ളത്തിനെ കുറച്ച് നേരം നമ്മൾ അനക്കാണ്ട് വെക്കും.
അപ്പോൾ ഈ മണൽ ഭാരം കാരണം താഴെ വന്ന് അടിയും. മേൽഭാഗത്ത് നമുക്ക് എന്ത് കിട്ടും? തെളിഞ്ഞ വെള്ളം കിട്ടും കുറേ നേരം കഴിയുമ്പോൾ, ഇപ്പുറത്തെ പടത്തിൽ കാണുന്ന പോലെ. അപ്പോൾ ഈ തെളിഞ്ഞ വെള്ളത്തിൽ നമ്മൾ പറഞ്ഞ പേരാണ് തെളി. അത് നമുക്കിങ്ങനെ മേൽഭാഗത്ത് ഊറ്റിയെടുക്കാം. അങ്ങനെ ഒരു മിശ്രിതത്തിലെ ഘടകവസ്തുക്കളെ അടിയിച്ച് മുകൾ ഭാഗത്തുള്ള ദ്രാവകത്തെ ഊറ്റിയെടുക്കുന്ന പ്രക്രിയയ്ക്ക് നമ്മൾ പറയണ പേരാണ് തെളിയൂറ്റൽ. എന്താണ്? തെളിയൂറ്റൽ. നമ്മൾ സാധാരണ പറയാറില്ലേ, ചാറ് മാത്രം മതി, കഷ്ണമൊന്നും വേണ്ട. അപ്പോൾ കറി കണക്കാതെ വെച്ച് കഴിഞ്ഞാൽ കറിയുടെ മേലെ ഭാഗത്ത് എന്ത് വരും? തെളി ഇങ്ങനെ വരും. അത് നമുക്ക് ഊറ്റിയെടുക്കാം. അങ്ങനെ നമ്മൾ പല സംഭവങ്ങളെയും ഊറ്റിയെടുക്കാറുണ്ട്. കലങ്ങിയ വെള്ളം കുറേ സമയം കഴിയുമ്പോൾ അനങ്ങാണ്ടാകുമ്പോൾ താഴെ അതിൻ്റെ മട്ടൊക്കെ വന്ന് അടിയും. നമുക്കതിൻ്റെ തെളി ഊറ്റിയെടുക്കാം. അതിനാണ് നമ്മൾ തെളിയൂറ്റലെന്ന് പറയും. ഇനി ഈ തെളിയൂറ്റൽ വഴി കിട്ടുന്ന വെള്ളം ഫുള്ളായിട്ടും പൂർണ്ണമായിട്ട് തെളിഞ്ഞായിരിക്കുമോ? ഇല്ല, കുറച്ച് കരടും മട്ടും ഒക്കെ കാണും. അപ്പോൾ അത് നമ്മൾ എങ്ങനെ ക്ലീൻ ചെയ്യും? എങ്ങനെ നമ്മൾ വൃത്തിയാക്കും? നമ്മൾ സാധാരണ ചെയ്യേണ്ട അരിപ്പ് വെച്ച് അരിച്ചെടുക്കുകയാണ് ചെയ്യുക, അല്ലേ? അപ്പോൾ ഒരു മിശ്രിതത്തിലെ ഘടകവസ്തുക്കളെ അരിപ്പ ഉപയോഗിച്ച് നമുക്ക് വേർതിരിക്കാൻ പറ്റും. ഈ അരിപ്പ് ഉപയോഗിച്ച് വേർതിരിക്കുന്നതിന് പറയുന്ന പേരാണ് അരിക്കൽ. നമ്മൾ പല സ്ഥലത്തും അരിക്കുന്ന കണ്ടിട്ടുണ്ടാവും. എവിടെയൊക്കെ കണ്ടിട്ടുണ്ട്? വീട്ടിലെ അമ്മ പൊടിയൊക്കെ അരിക്കാറുണ്ട് അരിപ്പ് വെച്ചിട്ട് ഇങ്ങനെ. നല്ല രസമാണ് അരിക്കുന്നത്, അല്ലേ? പിന്നെ ഈ വീട് പണിയൊക്കെ നടത്തുന്ന സ്ഥലങ്ങളിലെ ആളുകൾ സിമൻറ്റ് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് മണൽ എന്ത് ചെയ്യും? ഇങ്ങനെ അരിക്കും. അപ്പോൾ ഇതുപോലത്തെ വലിയൊരു സംഭവത്തിന് മേലെ, അതിന് അരിപ്പ എന്നാണ് പറയുക, അതിട്ട് നമ്മളിങ്ങനെ അരിക്കും. മണൽ അരിക്കുന്ന അരിപ്പ. അപ്പോൾ നമുക്ക് മണലിലുള്ള വലിയ കഷ്ണങ്ങളും ഇല കഷ്ണമൊക്കെ ഉണ്ടെങ്കിൽ മേലെ കിട്ടും, താഴെ എന്ത് കിട്ടും? അരിച്ചിട്ടുള്ള മണൽ കിട്ടും. അതുപോലെ പിന്നെയുള്ള നമ്മൾ ചായ അരിക്കുന്ന അരിപ്പ, അല്ല, അത് വെച്ച് നമുക്ക് ചായ അരിക്കാം, കാപ്പി അരിക്കാം. ചില ആൾക്കാർ ഇത് വെച്ച് മീൻ പിടിക്കാറുണ്ടാക്കി കൊടുത്തിന്നൊക്കെ. അതും എന്ത് തന്നെയാണ്? ഒരു കുത്തി പറഞ്ഞാൽ അരിക്കലാണ്. പിന്നെ തോർത്ത്. നമ്മുടെ തോർത്തും ചില സമയത്ത് നമുക്ക് അരിക്കാൻ ഉപയോഗിക്കാം. എവിടെ നിന്നറിയോ? ഈ കല്യാണ വീടുകളിലൊക്കെ തേങ്ങയൊക്കെ കുറേ ചിരണ്ടി കഴിയുമ്പോൾ തേങ്ങാപ്പാൽ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഇത് ഉപയോഗിക്കാറുണ്ട്. തോർത്ത് വെച്ചിട്ട് ഇങ്ങനെ പിഴിയും. അപ്പം തേങ്ങയുടെ പാല് കഴിഞ്ഞിട്ടുള്ള ഭാഗങ്ങളൊക്കെ തോർത്തിൻ്റെ ഉള്ളിലും തേങ്ങാപ്പാൽ പുറത്തോട്ടും വരും. അതിനെ നമ്മൾ എന്താ പറയുക? അരിക്കൽ എന്നാണ് പറയാം. ടെക്സ്റ്റിലൊരു ക്വസ്റ്റ്യൻ നോക്കിയാലോ. എന്താണ്? ചോക്ക് പൊടിയും ജലവും കലർന്ന മിശ്രിതത്തെ എങ്ങനെ വേർതിരിക്കും? ഏതെല്ലാം സാമഗ്രികൾ ആവശ്യമാണ്? പരീക്ഷണം ചെയ്ത് ശാസ്ത്ര പുസ്തകത്തിൽ ചേർക്കും. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇതുപോലെ ചോക്ക് പൊടിയും വെള്ളം കൂടി ചേർത്തൊരു മിശ്രിതം ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മളതെങ്ങനെ വേർതിരിക്കും? അതിനെന്താ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഫ്ലാസ്ക് എടുക്കുക. എന്നിട്ട് ഫ്ലാസ്കിനകത്തേക്കുന്ന ഒരു ഫിൽറ്റർ പേപ്പർ മടക്കി വെക്കുക. എന്നിട്ട് ഈ മിശ്രിതം ആ ഫ്ലാസ്കിനകത്തേക്ക്, ഫ്ലാസ്ക് എന്ന് പറഞ്ഞാൽ ഫണലാണ് കേട്ടോ, ഫണൽ. അതെങ്ങനെയാണ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഫണലെടുക്കുക. എന്നിട്ട് ആ ഫണലിൻ്റെ ഉള്ളിൽ ഒരു ഫിൽറ്റർ പേപ്പർ ഇതുപോലെ മടക്കി വെക്കുക. മടക്കി വെച്ചിട്ട് എന്ത് ചെയ്യുക? നമ്മൾ കൊണ്ടുവന്ന ഈ ഗ്ലാസ്സിൽ ചോക്ക് പൊടി വെള്ളം മിശ്രിതം ഈ ഫണലിൻ്റെ ഉള്ളിലേക്ക് ഒഴിക്കുക. അപ്പോൾ ഫിൽറ്റർ പേപ്പർ ആരെ മാത്രമേ കടത്തി വിടുകയുള്ളൂ? വെള്ളത്തെ മാത്രമേ കടത്തി വിടുകയുള്ളൂ. ചോക്ക് പൊടി അവിടെ കാണും, ഫിൽറ്റർ പേപ്പറിൽ കാണും. മണലും വെള്ളവും കലർന്ന മിശ്രിതത്തിൽ നമുക്കിതുപോലെ തന്നെ വേർതിരിക്കാൻ പറ്റും. ഫിൽറ്റർ പേപ്പർ ഫണലിനെ മടക്കി വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. നമുക്കത് ഉത്തരമായിട്ട് എഴുതണ്ടേ? ചോക്കുപൊടി വെള്ളത്തിൽ ലയിക്കില്ല. അതിനാൽ ഫിൽറ്റർ പേപ്പർ ഫണലിൽ മടക്കി വെച്ച് ഈ മിശ്രിതത്തെ നമുക്ക് അരിച്ചെടുക്കാം. ലയിക്കാത്ത പദാർത്ഥത്തെ അതിൻ്റെ മിശ്രിതത്തിൽ നിന്നും അരിപ്പ് ഉപയോഗിച്ച് വേർതിരിക്കുന്ന പ്രക്രിയയാണ് എന്ത്? അരിക്കൽ. ചോദ്യം കിട്ടിയല്ല, ഉത്തരവും കിട്ടി. അപ്പോൾ ഇതെന്ത് ചെയ്യുക? വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ട് ബുക്കിലേക്ക് എഴുതിയെടുക്കാനായിട്ട് മറക്കല്ല കേട്ടോ. ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ്? ഫിൽറ്റർ പേപ്പറും അതുപോലെ തന്നെ ഫണലും. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയും മാത്രം. അടുത്ത വീഡിയോയിലാണ് ഈ ചാപ്റ്ററിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ വണ്ടർഫുൾ ഡേ.